എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഗ്രാമവിശേഷങ്ങൾ കോർത്തിണക്കി അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് ഞാൻ എന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ ചേർത്ത് വെക്കുകയാണ്. ഇനി ഞാൻ ആരാണെന്ന് പറയാം. MD ഷെരീഫ് എന്നാണ് എന്റെ പേര്. അബുദാബിയിലെ ബെനിയാസിൽ അൽ ഖദ്ദയിൽ ജോലി ചെയ്യുന്നു. ജീവിതമാർഗം തേടി സ്വന്തം നാടും നഗരവും ഉപേക്ഷിച്ച് ഈ അന്യദേശത്തേക്ക് താൽക്കാലികമായി ചേക്കേറിയപ്പോഴും മനസ്സിന്റെ മണിച്ചത്തിൽ മായാതെ മറയാതെ നിലകൊള്ളുന്ന എന്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇത്. ഏതവസ്ഥയിലും ഒരു സുഖമുള്ള സ്മരണയായി തീരാറുള്ള എന്റെ ഗ്രാമത്തിന്റെ ഒരിത്തിരി വിശേഷം ആസ്വദിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എന്റെ ഗ്രാമത്തിലേക്ക്. അറിഞ്ഞതും അറിയാച്ചതുമായ സംഭവങ്ങളിലേക്ക്, വ്യക്തിവിശേഷങ്ങളിലേക്ക് ഗ്രാമഭംഗി നുകർന്നുകൊണ്ട് വരൂ, നമുക്കൊരിത്തിരി നേരം നടക്കാം. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അയ്യായ എന്ന ഒരു തനി നാട്ടിൻ പുറത്തെത്തിച്ചേരാം. ഒരു ഗ്രാമമുഖത്ത് നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം ഇവിടെ ഇല്ലെങ്കിലും കേൾക്കാനും കാണാനും കൊള്ളാവുന്ന കുറച്ച് വിശേഷങ്ങളുടെ സംഗമ ഭൂമിയാണ് ഇവിടം. അയ്യായ എന്ന എന്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ വരവേൽക്കാൻ ഇവിടെയുള്ളത് ദേ ഈ ചായക്കടയാണ്. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഒരു ഭാഗമായ മുഹമ്മദ് കുട്ടിക്കായുടെ ചായക്കടയാണ് ഇത്. വളരെ ലളിതമായ രീതിയിൽ ആരംഭിച്ച ഈ ചായക്കട ഇന്ന് കണ്ടില്ലേ ഒരു നല്ല ഹോട്ടലിന്റെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. രുചികരമായ ഭക്ഷണം നൽകുന്നത് കൊണ്ടായിരിക്കാം കുട്ടിക്കായുടെ കടയിൽ മിക്കപ്പോഴും നല്ല തിരക്കാണ്. കുട്ടിക്കായുടെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് അയ്യായ AM UP സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ അധ്യാപകരും ഈ ചായക്കടയിലെ സ്ഥിരം ആൾക്കാരാണ്. കേട്ടില്ലേ, AM UP സ്കൂളിലെ ബെല്ല് മുഴങ്ങിയതാണത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ഈ സ്കൂളിലെ പ്രവൃത്തി സമയം. ഒരു കാലത്ത് ഗ്രാമത്തിലെ കോടതിയും പോലീസുമൊക്കെയായി അംഗീകരിച്ചിരുന്ന CP ബാപ്പുഹാജി സ്ഥാപിച്ചതാണ് ഈ സ്കൂൾ. നീതിമാനും ഉദാരമനസ്കനുമായ CP ബാപ്പുഹാജിയുടെ എല്ലാ തീരുമാനങ്ങളെയും അഭിപ്രായങ്ങളെയും ഇവിടുത്തെ ഗ്രാമീണർ ഒന്നടങ്കം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർവസമ്മതനായിരുന്നു CP ബാപ്പു. ഞങ്ങളുടെ നാട്ടിലെ ഹൈസ്കൂളിന്റെ മുന്നിലൂടെയാണ് നാം ഇനി പോകാൻ പോകുന്നത്. നീ കണ്ടില്ലേ, ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഗ്രാമത്തിലെ പല തലമുറകൾക്കും അറിവിന്റെ കൂടുതൽ ശേഖരം പകർന്നു നൽകിയ CP പോക്കർ ഹാജി മെമ്മോറിയൽ ഹൈസ്കൂളാണ് ഇത്. സ്കൂളിൽ ഇപ്പോൾ പ്രാർത്ഥന നടക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട AM UP സ്കൂളിന്റെ സ്ഥാപകനായ CP ബാപ്പുഹാജിയുടെ പിതാമഹന്റെ നാമധേയത്തിലാണ് ഈ ഹൈസ്കൂൾ അറിയപ്പെടുന്നത്. വിശാലമായ മൈതാനവും അതിന്റെ ഓരങ്ങളിലായി നിലകൊള്ളുന്ന കെട്ടിടങ്ങളും കാണുമ്പോൾ കഴിഞ്ഞുപോയ എന്റെ വിദ്യാഭ്യാസ കാലം ഓർമ്മ വരിയിരിക്കും. അറിവിന്റെ അനന്തതയിലേക്ക് ഏറെ ദൂരം സഞ്ചരിച്ചില്ലെങ്കിലും അക്ഷരങ്ങൾ അറിയാനും എഴുതാനും അവ തമ്മിൽ കൂട്ടി വായിച്ച് അറിവിന്റെ എന്തെങ്കിലും നുകരാനും കഴിഞ്ഞ ആ വിദ്യാലയ ജീവിതത്തിന്റെ സംഭാവനയിൽ ഞാൻ ഇന്നും അതീവ സന്തുഷ്ടനാണെന്നും ഈ വേള പറയട്ടെ. സ്കൂളിന്റെ മുന്നിലൂടെ കാണുന്ന ഈ വഴി നടന്നെത്തുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഈ സുപ്രധാന ടൗണിലാണ്. വെള്ളച്ചാൽ അങ്ങാടി എന്നാണ് ഈ ഇടത്തരം ടൗണിന്റെ പേര്. ടൗണിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ദൃഷ്ടികളിൽ എത്തപ്പെടുന്നത്. സരിഗമ സംഗീത വിദ്യാലയം.
ടൗണിൽ നിന്നും ഒരല്പം പിറകോട്ട് മാറി കാണുന്ന ഈ സംഗീത വിദ്യാലയം ഉദ്ദേശം 28 വർഷം മുമ്പാണ് സ്ഥാപിതമായത്. ഞങ്ങളുടെ ഗ്രാമത്തിലെ സംഗീതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയ വലിയൊരു വിഭാഗത്തിന് സംഗീതത്തിന്റെ ലോകത്തേക്ക് സത്യസന്ധമായ കവാടമായി തീരുകയാണ് ഈ സംഗീത വിദ്യാലയം. വെള്ളച്ചാൽ അങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് മാറിയാണ് നാം ഇപ്പോൾ നടക്കുന്നത്. ഒരു കടലിരമ്പൽ കാതുകളിൽ എത്തുന്നുണ്ട് അല്ലെ? ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിന്റെ ഭാഗമായ താനൂർ കടപ്പുറത്തു നിന്നും വരുന്ന തിരയിളക്കത്തിന്റെ ശബ്ദമാണത്. ഈ ഭാഗത്തു നിന്നും 6 കിലോമീറ്റർ കിഴക്കൂട്ടാണെന്ന ഈ ഉയരമുള്ള സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ആകാശം മുട്ടെ ഒരു നീല വര പോലെ തോന്നിക്കുന്ന കടൽ. ആ നീലിമയിൽ അങ്ങിങ്ങായി കറുത്ത പൊട്ടുകൾ പോലെ തോന്നിക്കുന്നത് കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന വള്ളമൊക്കെയാണ്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് സൂര്യന്റെ അസ്തമയം കാണാൻ എന്നും ഈ പ്രദേശത്ത് ഒരുപാട് പേർ എത്താറുണ്ട്. നാം ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നല്ലേ? ദേ ഈ കാണുന്ന ഗുഹയാണത്. കണ്ടില്ലേ എത്രമാത്രം വലിപ്പമുണ്ട് ഈ ഗുഹയ്ക്കെന്ന്? നരിമട എന്നാണ് ഞങ്ങൾ ഈ ഗുഹയെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പേര് ഈ ഗുഹയ്ക്കിടാൻ ഒരു കാരണവുമുണ്ട്. അതെന്താണെന്നോ? ഏതാണ്ട് വർഷം മുമ്പ് ഈ ഗുഹ ഒരു നരിയുടെയും കുഞ്ഞിന്റെയും ആവാസ കേന്ദ്രമായിരുന്നു. അന്ന് പലരും ആ നരിയെയും കുഞ്ഞിനെയും ഈ ഗുഹാമുഖത്ത് വെച്ച് പലതവണ കണ്ടിട്ടുണ്ടത്രേ. അതുകൊണ്ടാണ് ഈ ഗുഹയെ നരിമട എന്ന് വിളിക്കാൻ തുടങ്ങി പഴമക്കാർ പറയുന്നു. ചരിത്രാതീത യുഗത്തോളം പഴക്കമുണ്ടത്രേ ഈ ഗുഹയ്ക്ക്. ഗുഹാമുഖത്തിനു മാത്രം 18 മീറ്റർ ഉയരവും 15 മീറ്റർ നീളവുമുണ്ടെന്നാണ് കണക്ക്. ഉള്ളിലേക്ക് നോക്കിയാൽ പരസ്പരം കാണാൻ പറ്റാത്തത്ര ഇരുട്ടാണ്. ഈ ഗുഹയ്ക്കുള്ളിലൂടെ ഏകദേശം പകുതിയോളം ദൂരം ചെന്നാൽ ഗുഹ 3ആയി പിരിയുന്നതായി കാണാം. ഇതിൽ ഒരു മുഖം ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു 2 ഗുഹാമുഖങ്ങൾ പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് അതിനോടടുത്ത് ചെല്ലുന്തോറും ശക്തമായ തിരയിളക്കം കേൾക്കാൻ കഴിയുമെന്നാണ് പലരും പറയുന്നത്. ഇങ്ങനെ കൗതുകകരമായ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ഈ ഗുഹ ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പരിഗണനയിലാണ്. ഏതൊക്കെയോ ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന ഈ ഗുഹ ഞങ്ങളുടെ ഗ്രാമത്തിലെ നാമാവശേഷമാകാത്ത പഴമയുടെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ഇനിയുള്ള നമ്മുടെ യാത്ര ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു വനമേഖലയിലേക്കാണ്. കൃത്യതയില്ലാതെ എന്താണ് ഏതാണ് എന്നൊന്നും അറിയാനാകാതെ പലതരം വൃക്ഷങ്ങളും കാട്ടുചെടികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം കണ്ടില്ലേ? ഇതാണ് മെച്ചലക്കാട്. കുറച്ചുകാലം മുമ്പ് വരെ ഘോര വനമൊന്നുമല്ലാത്ത ഈ കാട്ടിനുള്ളിൽ മൊച്ച, മുള്ളൻ പന്നി, പെരുമ്പാമ്പ്, കാട്ടുമുയൽ എന്നിവ ആവോളമുണ്ടായിരുന്നത്രേ. എന്നാൽ ഇന്നതൊക്കെ പേരിനും മാത്രമായി അവശേഷിക്കുന്നു. വനപ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗം കണ്ടില്ലേ? അതാണ് മൊച്ചിലക്കാട് കരിങ്കൽ ക്വാറി. മുമ്പ് ഒരുപാട് പേർക്ക് വരുമാന മാർഗമായിരുന്നു ആ പാറമട. എന്നാൽ പിന്നീട് എപ്പോഴോ ഒരിക്കൽ പാറ പൊട്ടിക്കുന്നതിനിടെ പാറയിൽ നിന്നും അത്ഭുതകരമായ ജലപ്രവാഹമുണ്ടായി. അതോടെ ആ ഭാഗത്ത് പാറ പൊട്ടിക്കുന്നത് നിർത്തലാക്കി. കണ്ടെത്തിയ ആ ജലപ്രവാഹം ഇന്ന് ഒരു വെള്ളച്ചാട്ടത്തിന്റെ രൂപത്തിലാണ് കാണുന്നത്. എത്ര കടുത്ത വേനലിലും ഇവിടെ നീരൊഴുക്കുണ്ടാകാറുണ്ട്. നാട്ടിലുള്ള നേരത്ത് ഈ വെള്ളച്ചാട്ടം എനിക്കൊരു ഹരമായിരുന്നു. വെള്ളച്ചാട്ടം കാണുന്ന ആ ഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നീന്തൽക്കുളം കണ്ടില്ലേ? യഥാർത്ഥത്തിൽ അതൊരു നീന്തൽക്കുളമല്ല, മൊച്ചിലക്കാട് മത്സ്യസംഭരണിയാണ് ആ കാണുന്നത്. മത്സ്യവളർത്തലിൽ തൽപരരായ ഏതാനും യുവാക്കളുടെ വെറും ഒരു വിനോദമാണ് ഈ മത്സ്യസംഭരണി. വിവിധ ഇനം മത്സ്യങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ആ ചെറുപ്പക്കാർ ഈ കുളത്തിലിട്ട് വളർത്തുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ മീന് നല്ല തൂക്കം വരുമെന്നാണ് ഇവിടെയുള്ള പലരും പറയുന്നത്.
പൂർണ്ണ വളർച്ചയെത്തിയ ഇത്തരം മീനുകളെ ഒരു സീസണിൽ പിടിച്ച് നല്ല വിലയ്ക്ക് വിൽക്കുകയാണ് ആ ചെറുപ്പക്കാരുടെ പതിവ്. ഒരു കണക്കിന് അഷ്ടിക്ക് വക തരുന്ന ഒരു ഏർപ്പാട് കൂടിയാണ് ഈ മുച്ചലക്കാട് മത്സ്യസംഭരണി. ആധുനികതയുടെ കോൺക്രീറ്റ് മന്ദിരങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ രൂപത്തിന് ചില്ലറ മാറ്റങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പഴമയുടെ ഓർമ്മപ്പെടുത്തലായി ഇന്നും ചില വീടുകളും മറ്റു ചില പ്രദേശങ്ങളും ഞങ്ങളുടെ ഗ്രാമത്തിൽ അവശേഷിക്കുന്നുണ്ട്. അവയിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഗാന്ധിനഗർ കോളനിയും കുശവൻ കോളനിയും. ഗാന്ധിനഗർ കോളനിയിൽ പ്രവേശിച്ചാൽ ആദ്യം കേൾക്കാൻ കഴിയുന്നത് നാരായണേട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോൽക്കളിയുടെയും പരിചമുട്ടുകളിയുടെയും ശബ്ദവീചികളാണ്. പാരമ്പര്യമായ ആശാരിപ്പണി ചെയ്യുന്ന നാരായണേട്ടനാണ് കോൽക്കളിക്കും പരിചമുട്ടുകളിക്കും ആവശ്യമായ ശിക്ഷണം നൽകുന്നത്. ഈ കോളനിയിൽ തന്നെയാണ് യുവജനങ്ങളുടെ സന്നദ്ധ സംഘടനയായ സാഗരിക ക്ലബും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് കുശവൻ കോളനിയാണ്. കണ്ടില്ലേ, പേരിന്റെ പൂർണ്ണ അർത്ഥം വിളിച്ചോതുന്ന കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രം കൂടിയാണ് ഇവിടം. കോളനിയിലുള്ള 3/4 പേരും കളിമൺ പാത്രം നിർമ്മിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോളനിക്ക് കുശവൻ കോളനി എന്ന പേര് കിട്ടിയത്. ആധുനിക യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തികച്ചും പ്രാചീനമായ രീതിയിൽ തന്നെയാണ് ഇവർ പാത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിനാൽ ഇവരുടെ കളിമൺ പാത്രങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല വിലയും ഡിമാൻഡും കിട്ടുന്നുണ്ട്. പുരോഗമന രീതികളൊന്നും കടന്നുകൂടിയിട്ടില്ലാത്ത ഈ ജനവിഭാഗത്തിന്റെ ഭാഷയിലും ഒരു പ്രത്യേകതയുണ്ട്. കേട്ടാൽ ബംഗാളി ഭാഷയോട് സാമ്യം തോന്നിക്കുന്ന ലിപിയില്ലാത്ത ഒരു ഭാഷയാണ് ഇവർ ഇവരുടെ ഇടയിൽ മാത്രം ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരോട് ഇവർ മലയാളവും സംസാരിക്കാറുണ്ട്. പുരുഷന്മാർ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുകയും സ്ത്രീകൾ അത് പുറം ലോകത്ത് കൊണ്ടുപോയി വിൽക്കുകയുമാണ് പതിവ്. യാത്ര ഒരു തറവാടിന്റെ തിരുമുറ്റത്തേക്കാണ്. തറവാടിന്റെ ഉമ്മറത്തായി ഒരു മഞ്ചൽ കണ്ടില്ലേ? പഴയ കാലത്ത് തമ്പുരാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണത്. അതെ, ഈ തറവാട്ടിൽ ഇന്നും അത് സൂക്ഷിക്കുന്നു. ഇവിടുത്തെ കാരണവർ ആരെന്നറിയണ്ടേ? അയ്യായക്കുട്ടി എന്നാണ് ഇവരെ ഞങ്ങൾ വിളിക്കുക. ഇവരുടെ പിതാമഹന്മാർ വർഷങ്ങളോളം നാട് ഭരിച്ച നാടുവാഴികളായിരുന്നു. ഈ തറവാട് മുഖേനയാണ് ഞങ്ങളുടെ ഗ്രാമത്തിന് അയ്യായ എന്ന നാമധേയം ലഭിച്ചതെന്നും പലരും പറയുന്നു. ഏറനാട് കളരിക്കൽ കുടുംബം എങ്ങും പ്രസിദ്ധമാണ്. ഇതിന്റെ ഉപശാഖയായി അയ്യായ കളരിക്കൽ എന്നൊരു കുടുംബം നിലവിൽ വന്നു. ഇതിന്റെ കേന്ദ്രം പരപ്പനങ്ങാടിയിലാണ്. അയ്യായ കളരിക്കൽ തറവാട് എന്ന നാമം ലോപിച്ചാണ് അയ്യായ ഉണ്ടായത്. പഴയകാലം മുതലേ അയ്യായ ഗ്രാമവാസികൾ കളരി അഭ്യാസത്തിൽ മുൻപന്തിയിലാണ്. ഇന്നും കേരളത്തിലെ അറിയപ്പെടുന്ന കളരി സംഘമായ നവദർശൻ കളരി സംഘത്തിന്റെ ഭാഗമായി ഇവിടെ കളരി അഭ്യാസവും പരിശീലിപ്പിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ ഈ യാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം വിട പറയാം. വീണ്ടും ഗ്രാമത്തിന്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്തയാഴ്ചത്തെ നാട്ടുവഴികളിൽ നമുക്ക് ഒത്തുകൂടാം. അതുവരെ സ്നേഹത്തോടെ വിട ചൊല്ലുകയാണ് നിങ്ങളുടെ സുഹൃത്ത് എം.